നമസ്കാരം. കുഞ്ഞാപ്പ ഇങ്ങോട്ട് വരി. നിങ്ങളെ ആ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ പാടായി സ്വാതന്ത്ര്യദിനത്തിന് ഒരുങ്ങിയിരിക്കുകയല്ലേ, അതിനെക്കുറിച്ച് നമ്മുടെ മൂരി അണികൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ. കാര്യം ഇപ്പം കുറച്ച് മുന്നേ ഷംസുദ്ദീൻ വന്നിട്ട് പറഞ്ഞേ അത് ഞങ്ങളല്ല, ഗവർണർ അദ്ദേഹം ഇറക്കി തന്നു, ചീഫ് സെക്രട്ടറി പുറത്തിറക്കി, ഞങ്ങൾക്ക് ഇതിലൊരു ഉത്തരവാദിത്തമേ ഇല്ല. നിങ്ങളൊരു പഞ്ച് ഡയലോഗ് അങ്ങോട്ട് ഇറക്കി അതിനെ അങ്ങ് ബ്രേക്ക് ചെയ്ത് കൊടുത്തേ. ഞങ്ങൾ ഇതുവരെ ചെല്ലിയിട്ടില്ലല്ലോ. ഞങ്ങൾ പിന്നെ കോൺഗ്രസിൻ്റെയും യു പി എൻ്റെയും ഒക്കെ സാധാരണ ഉള്ള ആ നടപടിയിലുള്ള ആദ്യ ഭാഗം മാത്രമല്ലേ ഇതുവരെ ആരോപിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി പരിശോധിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ ഞങ്ങൾ രണ്ട് പ്രധാന സന്ദർഭങ്ങളിൽ, ഒന്ന് സത്യപ്രതിജ്ഞ, അത് കഴിഞ്ഞ് അസംബ്ലി. അപ്പോഴൊക്കെ ഞങ്ങളുടെ നയം മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. സർക്കാരിന് അറിവില്ലാതെയാണോ ചീഫ് സെക്രട്ടറി? അത് ആ ഡീറ്റെയിൽസ് ഒക്കെ ഇനിയിപ്പോൾ നോക്കിയിട്ട് പറയാം. ഞങ്ങളുടെ നയം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ യു പി എ, കോൺഗ്രസ് ഒക്കെ എടുത്തു പോരുന്ന, യു ഡി എഫ് എടുത്തു പോരുന്ന നയം തന്നെയാണ്. ബാക്കി നിയമപരമായ കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ ഇനി സി എമ്മിനോട് സംസാരിച്ചിട്ടൊക്കെ പറയാം. എന്തോന്ന് പാടിയിട്ടില്ലെന്ന് വന്ദേ മാതരം ഇതുവരെ പാടിയിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അത്രേ അങ്ങനെ ഒരു സാധനം ഈ നാട്ടിൽ ഉണ്ടോ? കുഞ്ഞാപ്പാര ചോദ്യം കേട്ട അങ്ങനെയാണല്ലോ തോന്നുന്നത്. എന്നാൽ മുതലാളി നിങ്ങൾ പാടിയിട്ടുണ്ട്. നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത ദിനം ഓർമ്മയുണ്ടോ? സത്യപ്രതിജ്ഞ ദിനത്തിന് അവിടെ ഇട്ട പാട്ട് ഏതായിരുന്നു? അത് വല്ല മാപ്പിളപ്പാട്ട് എന്നാണോ വിചാരിച്ചിരുന്നത്? അതിൻ്റെ പേരാണ് വന്ദേ മാതരം. കാര്യം നമ്മുടെ ആർലേക്കർ പറയുകയും നിങ്ങളെല്ലാം കൂടി സ്റ്റഡി അടിച്ച് ഒരു 10 മിനിറ്റ് ആ പാട്ട് മുഴുവൻ ഏത് സംഘപരിവാറിൻ്റെ മുഴുവൻ വന്ദേ മാതരത്തിന് നിങ്ങൾ രാജ്യസ്നേഹം തുളുമ്പി നിന്നത് മറന്നോ? എന്നിട്ട് ഞങ്ങൾ പാടിയിട്ടില്ല. അത്രേ നിങ്ങൾ പാടണമെന്നേ. ഒരു തവണ ഇത് സംഭവിച്ചപ്പോൾ കുഞ്ഞാപ്പ മാത്രമല്ല മേനോനും പറഞ്ഞിരുന്നു. എന്ത് ആദ്യത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിന്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. അയ്യോ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല. അവിടെ മറ്റേ CD പ്ലേ ചെയ്തപ്പോഴാണ് അയ്യോ ഇങ്ങനെ ഒരു വന്ദേ മാതരം ഈ നാട്ടിലുണ്ടോ എന്ന് ഞങ്ങൾ അറിയുന്നത്. ഒരു കള്ളം പുറത്തു വന്നതിന് ശേഷം അന്ന് ഈ വിഷയം കത്തിക്കേറിയ സമയത്ത് പാഞ്ഞ് ഗവർണർ അടുത്ത് പോയി. സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങൾക്ക് മുന്നിലോ ഒരു പ്രതികരണവും നടത്താതെ ഞാൻ എൻ്റെ ഉത്കണ്ഠ അങ്ങ് ഗവർണറെ പോയി അറിയിച്ചിട്ടുണ്ട് എന്ന് പുറത്തു വന്ന് തള്ളി. ആ ഉത്കണ്ഠ അങ്ങ് ഏറ്റുവാങ്ങി വെച്ചിട്ട് ഒരു തവണ കൂടി സ്വാതന്ത്ര്യ സമര ദിനത്തിൽ ഈ നാട്ടിൽ വന്ദേ മാതരം പാടണമെന്ന് ഗവർണർ ഓർഡർ കൊടുക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ഗവർണറുടെ ഇമാതിരി സംഗീത്തിട്ടൂരം ഈ നാട്ടിൽ നടക്കില്ലെന്ന് പറയാൻ തണ്ടലിന് ഉറപ്പുള്ള ഒരുത്തനും ആ മന്ത്രിസഭയിൽ ഇല്ല എന്ന് തെളിയുകയല്ലേ. ലീഗുകാർക്കെല്ലാം സന്തോഷമായല്ലോ. എന്തായാലും നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങളൊന്നും ഇല്ല. കുഞ്ഞാപ്പായുടെ ഈ പ്രതികരണം കേട്ടിട്ട് ന്യായീകരിച്ചോളൂ. നിങ്ങൾ നല്ലപോലെ ന്യായീകരിച്ചോളൂ. കാര്യം ഈ നാട് കേൾക്കട്ടെ. സംഘപരിവാർ വിരുദ്ധ മുഖങ്ങളാണ്, പ്രതിരോധിക്കാൻ വന്നവരാണ്. ഈ നാട്ടിൽ ഇപ്പോൾ സംഘപരിവാർ കയറി സർക്കാരിനകത്ത് വരവുകയാണ്, നിരങ്ങുകയാണ്. കാര്യങ്ങളെല്ലാം 3 MLA-മാരെ വെച്ചിട്ട് നല്ല അന്തസ്സായിട്ട് അവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ അവർ ഭാരതാംബയെ കൊണ്ടുവന്നു, നടപ്പാക്കാൻ പറ്റിയോ? അവർ യൂണിവേഴ്സിറ്റികൾ കൈയടക്കാൻ ശ്രമിച്ചു, ഗവർണർമാരെ വഴി തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു. അങ്ങനെ പല കാര്യങ്ങളിൽ മുഖം തിരിച്ചപ്പോൾ അതെല്ലാം ഡീലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? അതുകൊണ്ട് നിങ്ങളോട് കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. കുഞ്ഞാപ്പമാരുടെയൊക്കെ ചുറ്റി നിന്ന് അവരുടെ സംഘിവൽക്കരണത്തിന് 4 ദഫ്മുട്ടും നല്ല മാപ്പിളപ്പാട്ടൊക്കെ പാടിക്കൊടുക്കാനായിട്ട് എല്ലാവരെയും എല്ലാ മൂരികളോടും ആശംസിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കേരളം ഇതാ സംജാതമാവുകയാണ്. നിങ്ങളുടെ തന്നെ ലീഗ് മന്ത്രിമാരിലൂടെ ഈ നാട് സംഘപരിവാറിന്റെ ആലയത്തിലേക്ക് കൊണ്ടുകെട്ടാൻ മുന്നിൽ നിന്ന് കുഞ്ഞാപ്പയും പിന്നിൽ നിന്ന് ഷംസുദ്ദീനും അതിന്റെ തൊട്ടു പിന്നിൽ നിന്ന് KM ഷാജി എല്ലാം നിരനിരയായിട്ട് ശാഖയിലേക്ക് ദണ്ടും പിടിച്ചു പോകുന്ന കാഴ്ച.